Today we move on our next module, module 3, magnetic particle inspection. Here we discuss our next MDT technique, that is magnetic particle inspection technique. This is a syllabus. Syllabus includes magnetic particle inspection principle, basic physics of magnetism, permeability, flux density, cohesive force, magnetizing force, retentivity, residual magnetism. Also, the different methods of magnetization such as head shot technique, cold shot technique, central conductor testing, magnetization using yokes, then direct and indirect methods of magnetization, and the residual techniques of MPI, system sensitivity, checking devices in MPI, last interpretation, then advantages and limitations of MPI. ഇതാണ് നമ്മുടെ സിലബസ്. നമ്മൾ പുതിയ NDT മെത്തേഡാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ്, എന്താണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡ്? നമ്മൾ അതിൻ്റെ മെത്തഡോളജിയും പ്രിൻസിപ്പിളും എല്ലാം കാണും. എങ്കിലൊരു ഐഡിയ തരാം. ഇവിടെ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് വേണ്ടി ഉള്ള ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഇത് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കടന്നു പോകുന്ന മെറ്റീരിയലിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് നടത്താൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു സ്പെസിമെൻ എടുത്ത്, ഒരു ഫെറോ മാഗ്നറ്റിക് സ്പെസിമെൻ, അതിനകത്തൊരു ക്രാക്ക് ഉണ്ട്. കൂടുതലും ഈ മെത്തേഡ് സർഫസ് ക്രാക്ക് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് കുറച്ച് താഴെയുള്ള ക്രാക്സ്, വളരെ ഡെപ്ത് കൂടിയ ഡെപ്തിനകത്തുള്ള വളരെ ഡെപ്തിലുള്ള ക്രാക്സിലൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സർഫസ് ക്രാക്കുകൾ അല്ലെങ്കിൽ സർഫസിന് താഴെയുള്ള ക്രാക്സ് ഒക്കെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് മെത്തേഡിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുക. എനിവേ, നമ്മൾ ഒരു സ്പെസിമെൻ എടുത്തു. ആ സ്പെസിമെനിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കടത്തി വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സ്പെസിമെനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. ദെൻ നമ്മൾ ആ സ്പെസിമെനിൽ മാഗ്നറ്റിക് പൗഡർ അല്ലെങ്കിൽ നമ്മൾ അയൺ ഓക്സൈഡ് പൗഡർ ഒക്കെ നമ്മൾ വിതറുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രാക്കുള്ള ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈ അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് കൂടുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നു. ആ ഒരുമിച്ച് കൂടുന്ന ആ ഒരു പോർഷനിൽ ക്രാക്ക് ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ അതിൻ്റെ നേച്ചർ എങ്ങനെയാണോ അത് ക്രാക്കിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ സ്പെസിമെൻ വയ്ക്കുന്നു. അതിനുശേഷം സ്പെസിമെനിൽ എന്നിട്ട് സ്പെസിമെനിലേക്ക് നമ്മൾ അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് സപ്ലൈ ഇടുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷനിലായിട്ട് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് കൂടുന്നു. കൂടുന്ന ആ ഒരു പോർഷനിൽ ക്രാക്ക് ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. Introduction. MPI is a non-destructive testing method for detecting discontinuities or defects that are primarily linear and located at or near the surface of the ferromagnetic structures. ഇപ്പോൾ ഫെറോമാഗ്നറ്റിക് സ്ട്രക്ചേഴ്സിലാണ് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒന്നുകിൽ സർഫസിനോട് അടുത്ത് അല്ലെങ്കിൽ സർഫസിന് ജസ്റ്റ് താഴെയായിട്ടുള്ള ക്രാക്സിന് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. Magnetic particle testing has a relatively simple concept. It has been considered as a combination of two non-destructive testing methods, magnetic flux leakage testing and visual testing. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾസ്, അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് അടുത്ത് കൂടുന്നു ക്രാക്കുള്ള പോർഷനിൽ. അപ്പോൾ നമ്മളത് വിഷ്വലി കണ്ടിട്ട് ഓക്കെ അവിടെ ക്രാക്കുണ്ട് അല്ലെങ്കിൽ ക്രാക്കിൻ്റെ നേച്ചർ എങ്ങനെയെന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. Okay, then MBT is a non-destructive testing to locate surface and subsurface discontinuities in parts made by ferromagnetic materials. ഇപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളത്. ഇനി ഈ
മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് മാഗ്നറ്റിസം. എന്താണെന്നുള്ളത് ലോ ഓഫ് മാഗ്നറ്റിസം എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ മാഗ്നറ്റിസം, ഇതെല്ലാം നമ്മൾ കാണും. Then ferromagnetic materials strongly attracted to the magnet. An example, iron, nickel and cobalt. Then paramagnetic salt എന്ന് പറയുമ്പോൾ very weakly attracted by magnetic force of attraction, aluminium. Diamagnetic materials എന്ന് പറയുമ്പോൾ slightly repelled by a magnetic field. An example, copper, silver, gold. Yes. The only requirement for the inspection through this technique is that the component being inspected must be made of a ferromagnetic material. അപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം ഇവിടെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇത് മാത്രമാണ്, നിർബന്ധം മാത്രമാണ് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിലുള്ളത്. ഇനി മാഗ്നറ്റിസം, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്താണ്, നോർത്ത് പോൾ എന്താണ്, സൗത്ത് പോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിസത്തിലെ കുറച്ച് തിയറീസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. തിയറി ഓഫ് മാഗ്നറ്റിസം: ദ മെറ്റീരിയൽ ഓർ ഒബ്ജക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് മാഗ്നറ്റ്. നമുക്കറിയാം മാഗ്നറ്റ് എന്താണെന്നുള്ളത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ഇമാജിനറി ലൈൻസ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ച് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് നമുക്ക് കാണാൻ പറ്റില്ല, അത് ഇമാജിനറി ലൈൻസ് ആണ്. Then if a magnetic piece is cut into smaller pieces, each piece is a magnet with a north or south pole. Okay, ഒരു മാഗ്നറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പീസ് എടുത്ത ഔട്ട്ലിൽ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എ മാഗ്നറ്റ് ഈസ് സെഡ് ടു ബി മെയ്ഡ് ഓഫ് ലോട്ട് ഓഫ് ടൈനി മാഗ്നറ്റ്സ് ഓൾ ലൈൻഡ് അപ്പ് വിത്ത് ദെയർ നോർത്ത് പോൾസ് പോയിൻറ്റിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പം ഒരു വലിയ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മാഗ്നറ്റുകളുടെ ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ മാഗ്നറ്റിസം ഈസ് ദ എബിലിറ്റി ഓഫ് മാറ്റർ ടു അട്രാക്ട് അതർ മാറ്റർ ടു ഇറ്റ് സെൽഫ്. നിങ്ങൾക്കറിയാം, ഇൻ എ മാഗ്നറ്റിക് പോൾ ഈസ് എ പോയിന്റ് വെർ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിറ്റ്സ് ഓർ എൻ്റർ എ മെറ്റീരിയൽ. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എൻ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നു ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മൾ മാഗ്നറ്റിക് പോൾ എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം എ കംപ്ലീറ്റ് ലൂപ്പ്. ഒരു കംപ്ലീറ്റ് ലൂപ്പാണ് അവർ ഫോം ചെയ്യുന്നത്. ഡു നോട്ട് ക്രോസ്. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവില്ല. ഫോളോ ദ പാത്ത് ഓഫ് ലീത്ത് റെസിസ്റ്റൻസ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് കൂടുതലും ഫ്ലോ ചെയ്യുക എവിടെയാണോ, ഏത് മെറ്റീരിയലാണോ ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവുക അതിൽ കൂടെ ആയിരിക്കും. ദെൻ ഓൾ ഹാവ് ദ സെയിം സ്ട്രെങ്ത്. ദെൻ have a direction such that they cause poles to attract or repel. നോർത്തും ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അതുപോലെ ഡിസ്ലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ്. ഈ കാണുന്ന രീതിയിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. കാണുന്നില്ല, നിങ്ങൾക്കറിയാം ലൈക്ക് പോൾസും അതുപോലെ ലൈക്ക് പോൾസ് നോർത്ത് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, സൗത്ത് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ദെൻ നോർത്ത് സൗത്ത് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, നോർത്ത് പോള് ദെൻ സൗത്ത് പോള്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. എ മെറ്റീരിയൽ ഈസ് കൺസിഡർഡ് ഫെറോമാഗ്നറ്റിക് ഇഫ് ഇറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. അതിന് മാഗ്നറ്റൈസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുക. മെറ്റീരിയൽ വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് അയൺ, നിക്കൽ ഓർ കോബാൾട്ട് കണ്ടന്റ് ആർ ജനറലി ഫെറോമാഗ്നറ്റിക്. Ferromagnetic materials are made up of many regions in which the magnetic field of atoms are aligned. These regions are called magnetic domains. അതായത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ റീജൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ഡൊമൈൻസ് ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൊമൈൻസ്. ഈ കാണുന്ന രീതിയിൽ ഒരു ക്രിസ്റ്റൽ എടുക്കുക. അപ്പോൾ ആ ക്രിസ്റ്റലിനെ സംബന്ധിച്ച് അതിനകത്തുള്ള ഓരോ ചെറിയ മാഗ്നറ്റിക് ഡൊമൈൻസിലുണ്ടാകും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഡൊമൈൻസ് പറയുമ്പോൾ ഈ കാണുന്നതാണ് മാഗ്നറ്റിക് ഡൊമൈൻസുകളെല്ലാം. ആ മാഗ്നറ്റിക് ഡൊമൈൻസിൽ
ഓരോന്നിനും നോർത്തും സൗത്തും ഉണ്ട്. ഈ കാണുന്ന രീതിയിൽ ഓരോന്നിനും നോർത്തും സൗത്തും ഉണ്ട്. അതെല്ലാം സാധാരണ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഒരു ഓർഡേർഡ് അല്ലാത്ത രീതിയിൽ ഒരു റാൻഡംലി അറേഞ്ച്ഡ് രീതിയിലായിരിക്കും ഈ ഓരോ ഡൊമൈൻസും ഇരിക്കുക. ഓക്കെ, ഇനി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലെ ഈ ഡൊമൈൻസുകളെല്ലാം തന്നെ അലൈൻഡ് ആകും. അലൈൻഡ് ആകും മീൻസ് ഈ കാണുന്ന രീതിയിൽ ഈ നോർത്ത് ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ട് ഈ മാഗ്നറ്റിക് ഡൊമൈൻസുകളെല്ലാം അലൈൻ ചെയ്യും. അപ്പോൾ അതാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി റീജിയൻസ് ഇൻ വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആറ്റംസ് ആർ അലൈൻഡ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഡൊമൈൻസ്. ഈ കാണുന്ന സാധനം ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് വിളിക്കുക. ഇനി മാഗ്നറ്റിക് ഡൊമൈൻസ് പോയിൻ്റ് റാൻഡംലി ഇൻ ഡീമാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ. അതായത് ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഈ മാഗ്നറ്റിക് ഡൊമൈൻസുകളെല്ലാം തന്നെ റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. ബട്ട് ക്യാൻ ബി അലൈൻഡ് യൂസിങ് ഇലക്ട്രിക്കൽ കറണ്ട് ഓർ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം ഒരു ഓർഡർലി ആവും. ഈ കാണുന്ന രീതിയിൽ അറേഞ്ച്ഡ് ആവും, ഒരു അലൈൻ ചെയ്തിരിക്കും. അതാണ് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് നമുക്ക് എങ്ങനെ MPL ടെക്നിക്കിൽ ആപ്ലിക്കബിൾ ആവും നമുക്ക് നോക്കാം. ഇനി ബേസിക് ടേംസ് ഇൻ മാഗ്നറ്റിസം. പൊളാരിറ്റി നമുക്കറിയാം, നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഇൻ മാഗ്നറ്റിസം പൊളാരിറ്റി റെഫേഴ്സ് ടു ദ ഓറിയൻറ്റേഷൻ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. മാഗ്നറ്റിക് ഫോഴ്സ്, ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ദാറ്റ് വൺ ബോഡി ഹാസ് അപ്പോൺ അനദർ. ഇപ്പോൾ നോർത്തും ആണെങ്കിൽ, സൗത്തും ആണെങ്കിൽ എ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ ഉണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഈസ് ദ ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആർ ഒബ്സർവബിൾ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസ്, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും ആണ്. Then flux density, it is defined as the number of lines of force per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് ഉണ്ട്, അപ്പോൾ അതിനെയാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഗൗസ് ആൻഡ് റെപ്രസെൻറ്റ് വിത്ത് ദ സിംബൽ B. B ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി. ദെൻ മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ H ആണ്. The total number of lines of force making up a magnetic field determines the strength of the force of attraction or repulsion. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഒരു ആകത്തുക, ആ ഒരു ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഫ്ലക്സ്, the total number of lines of magnetic force in a material is called magnetic flux. എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു മെറ്റീരിയലുണ്ട്, അപ്പോൾ അതനുസരിച്ച് അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുക. ദെൻ ഹിസ്റ്റീറിസിസ് ലൂപ്പ്, ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. when a ferromagnetic material is magnetized in one direction, it will not relaxed back to zero magnetization even after the imposed magnetic field is removed. അതായത് നമ്മളൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റൈസ്ഡ് ആവുന്നു. അതിനുശേഷം നമ്മൾ എഗെയിൻ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ സീറോയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കരുതുക. മീൻസ് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ഈ കാണുന്ന രീതിയിൽ നമുക്ക് Y ആക്സിസിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്, X ആക്സിസിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയലിലേക്ക് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മീൻസ് ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. എന്നിട്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ മെറ്റീരിയലിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്നു. ഫ്ലക്സ് ഡെൻസിറ്റി അത് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ, ഒരു മാക്സിമം ലെവലായ സാറ്റുറേഷനിലേക്ക് എത്തിച്ചേരുന്നു. ദെൻ അതാണ് പോയിൻ്റ് A. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എഗെയിൻ നമ്മളതിനെ സീറോയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കർവ് പോയ വഴി ഇങ്ങനെയായിരുന്നു, സാറ്റുറേഷൻ ലെവലിലേക്ക് പോയത്. പക്ഷേ തിരിച്ചു വരുന്ന വഴി ഇങ്ങനെയാണ്. ഇങ്ങനെ വന്ന് മാഗ്നറ്റൈസിങ് ഫോഴ്സ് H0 ആകുമ്പോൾ B എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ മെറ്റീരിയൽ. അതിൻ്റെ മീനിങ് ഇപ്പോഴും ഇത്രയും എമൗണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി ആ മെറ്റീരിയലിനകത്തുണ്ട്. അല്ലെങ്കിൽ
മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആക്കിയപ്പോഴും ഒരു റെസിഡ്യുവൽ മാഗ്നറ്റിസം, അതായത് മാഗ്നറ്റിസത്തിൻ്റെ ഒരു പാർട്ട്, ഒരു ഇത്ര എമൗണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി ഇപ്പോഴും മെറ്റീരിയലിനകത്ത് ഉണ്ട്. അതായത് മെറ്റീരിയൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. മീൻസ് ആ മെറ്റീരിയൽ പൂർണ്ണമായും ഡീമാഗ്നറ്റൈസ്ഡ് ആയില്ല എന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് സൂചിപ്പിക്കുന്ന റിറ്റൻറ്റിവിറ്റിയാണ്. അതായത് മാഗ്നറ്റിസം നമ്മൾ 0 ആക്കി, മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആക്കിയപ്പോഴും ആ മെറ്റീരിയലിനകത്ത് ഇത്ര എമൗണ്ട് മാഗ്നറ്റിസം റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ആ എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ ആ എത്ര എമൗണ്ടാണോ റിറ്റെയിൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തു പോയിൻ്റ് സി എത്തിയപ്പോഴാണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതായത് പോയിൻ്റ് സി, ഇപ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് പോയിൻ്റ് സിയിലെത്തിയപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആയി. എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ പിന്നെയും നെഗറ്റീവ് ഡയറക്ഷനിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തപ്പോഴാണ് ഫ്ലക്സ് ഡെൻസിറ്റി 0 ആയത്. ഓക്കെ, ഇനി എഗെയിൻ നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് അതൊരു സാറ്റുറേഷൻ ലെവലിലെത്തുന്നു. അപ്പോൾ ഈ സാറ്റുറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ബിയിലാണ്. ഈ സാറ്റുറേഷൻ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായ -B ആണ്. അപ്പോൾ മാക്സിമം സാറ്റുറേഷൻ കണ്ടീഷനിലെത്തുന്നു. ഇനി എഗെയിൻ നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മുടെ കർവ് നേരെ പോയി ഇയിലേക്ക് എത്തുന്നു. ഇയിലേക്ക് എത്തുമ്പോൾ അപ്പോഴും മീനിങ് എന്നാ, നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആക്കിയപ്പോഴും ഈ ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട് ആ മെറ്റീരിയലിനകത്ത്. എത്ര എമൗണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി? നെഗറ്റീവ് ഡയറക്ഷനുള്ള ഇത്രയും എമൗണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി ഇപ്പോഴും ആ മെറ്റീരിയലിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എഗെയിൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ ആ വാല്യൂ 0യിലേക്ക് വന്നു. അതായത് പോയിൻ്റ് എഫിൽ നമ്മുടെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എത്തുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി 0 ആണ്. ഇനിയും നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ കർവ് എഗെയിൻ സാറ്റുറേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്കും നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കും പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ലൂപ്പ് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആദ്യം മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ കർവ് ഈ നേച്ചറിലേക്ക് പോയി, പക്ഷേ തിരിച്ച് അതേ നേച്ചറിലേക്ക് വരുന്നില്ല, പകരം അത് ഇങ്ങനൊരു നേച്ചറിലേക്ക് പോകുന്നു. ഈ ഒരു നേച്ചറാണ് അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ മാഗ്നറ്റൈസ്ഡ് ആക്കുന്നു. അതായത് നമ്മൾ അവത്തിലേക്ക് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുക എന്ന് കരുതിക്കോ. അങ്ങനെ 0യിൽ നിന്ന് നമ്മൾ ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആക്കുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി 0 ആകുന്നില്ല. മീൻസ് ആ മെറ്റീരിയൽ ഒരു റെസിഡ്യുവൽ മാഗ്നറ്റിസം, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഔദ്യോഗിക മനസ്സിലായി. ഇതുപോലെ തന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുമ്പോഴും സാച്ചുറേഷൻ ലെവൽ എത്തിയതിന് ശേഷം എഗെയിൻ നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്ന് 0യിലേക്ക് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എത്തുമ്പോഴും ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ മെറ്റീരിയലിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് MPI ടെക്നിക്ക്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ നമ്മളൊരു മെറ്റീരിയൽ ആദ്യം ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലായിരിക്കും നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്യുക. ഇൻ കേസ് ആ മെറ്റീരിയലിനകത്ത് ഏതെങ്കിലും തരത്തിൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ട് എങ്കിൽ നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പം അത്തരത്തിൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ ആ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇല്ലാതാക്കണം. മീൻസ് അതിനെ ഡീമാഗ്നറ്റൈസ്ഡ് ആക്കി ആ മെറ്റീരിയലിനകത്തുള്ള ഫ്ലക്സ് ഡെൻസിറ്റി കംപ്ലീറ്റ് 0 ആക്കണം. അപ്പോൾ അങ്ങനെ 0 ആക്കണമെങ്കിൽ എത്ര എമൗണ്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ നമുക്ക് ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പ് ആവശ്യമാണ്. ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. വെൻ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസ്ഡ് ഇൻ വൺ ഡയറക്ഷൻ ഇറ്റ് വിൽ നോട്ട് റിലാക്സ് ബാക്ക് ടു 0 മാഗ്നറ്റൈസേഷൻ ഈവൻ ആഫ്റ്റർ ദ ഇമ്പോസ്ഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. അതാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നമുക്ക് y ആക്സിസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്, എക്സ് ആക്സിസിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ കർവിൽ പോയിൻ്റ് A
എന്ന് പറയുന്നവർക്ക് സാച്ചുറേഷൻ ലെവലാണ്, ഡിയും സാച്ചുറേഷൻ ലെവലാണ്, പക്ഷേ രണ്ടും രണ്ട് ഡയറക്ഷനിലുള്ളതാണ്. അതുപോലെ തന്നെ ബിയും ഇയും എന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റിനെ സൂചിപ്പിക്കുന്നു. അതും പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷനുമാണ്. ഇനി എത്ര എമൗണ്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്താലാണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി 0 ആകുന്നത്, അതും നമ്മളതിനെ കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് റെസിഡ്യൂവൽ മാഗ്നറ്റിസം അതിനകത്തുണ്ട്. കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഡീമാഗ്നറ്റൈസ്ഡ് ആകും, അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി 0 ആകും. ഇപ്പോൾ പോയിൻ്റ് സി എന്ന് പറയുന്നത് അതാണ്, ഫ്ലക്സ് ഡെൻസിറ്റി 0 ആയിട്ടുള്ള അവസ്ഥയാണ്. പോയിൻ്റ് എഫ് എന്ന് പറഞ്ഞാലും ഫ്ലക്സ് ഡെൻസിറ്റി 0 ആയിട്ടുള്ള അവസ്ഥയാണ്. സോ ഈ 0യിലേക്ക് എത്താൻ നമ്മൾ എത്ര എമൗണ്ട് ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. A ferromagnetic material that has never been previously magnetized or has been thoroughly demagnetized will follow the dashed line as H is increased. ഇതാണ് ആദ്യം നമ്മൾ ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ അവസ്ഥ. എന്നിട്ട് അത് സാച്ചുറേഷനിലേക്ക് എത്തിച്ചേരുന്നു. എ ആണ് സാച്ചുറേഷൻ ലെവൽ. As the line demonstrates, the greater the amount of magnetizing force, the stronger the magnetic field in the component. അതായത് എച്ച് കൂടുന്തോറും ബി എന്ന് പറയുന്ന വാല്യൂ കൂടുന്നു, അതിനകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എമൗണ്ട് കൂടുന്നു. അതുകൂടി ഒരു സാച്ചുറേഷൻ ലെവലായ എ വരെ എത്തിച്ചേരുന്നു. അറ്റ് പോയിൻ്റ് എ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ അലൈൻഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തെ മാഗ്നറ്റിക് ഡൊമൈൻസ് അലൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സാച്ചുറേഷൻ ലെവൽ എത്തുമ്പോൾ ഓൾ ദ മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ അലൈൻഡ്. എല്ലാ മാഗ്നറ്റിക് ഡൊമൈൻസും അലൈൻ ചെയ്തിരിക്കും. ആൻഡ് ആൻ അഡീഷണൽ ഇൻക്രീസ് ഇൻ ദ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ പ്രൊഡ്യൂസ് വെരി ലിറ്റിൽ ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞ് പിന്നീട് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്താലും ഫ്ലക്സ് ഡെൻസിറ്റിയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. ദെൻ അറ്റ് പോയിൻ്റ് എ the material is magnetized to saturation by alignment of domains. അപ്പം ഈ സാച്ചുറേഷൻ ലെവലിൽ എല്ലാ മാഗ്നറ്റിക് ഡൊമൈൻസും അലൈൻ ചെയ്തിരിക്കും. നമ്മൾ ആ ഒരു സ്കീമാറ്റിക്കിൽ കണ്ട പോലെ അലൈൻ ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് സാച്ചുറേഷൻ പോയിൻറ്റ്, മാഗ്നറ്റിക് സാച്ചുറേഷൻ. ഇനി അതിനുശേഷം നമ്മൾ എഗെയിൻ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ ഡിക്രീസ് ചെയ്യുന്നു, റെഡ്യൂസ് ടു 0. The curve will move from point A to point B. Then മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് നമ്മുടെ കർവ് പോകുന്നു. ആ പോയിൻ്റ് ബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഓഫ് റിറ്റൻറ്റിവിറ്റി. അതെന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലെവൽ ഓഫ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം പ്രസൻറ്റ് ഇൻ ദ മെറ്റീരിയൽ. മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആക്കുമ്പോഴും ആ മെറ്റീരിയലിനകത്ത് ഇത്ര എമൗണ്ട് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉണ്ട്. ദെൻ as the magnetic force is reversed, ഇനി നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ റിവേഴ്സ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ദ കർവ് മൂവ്സ് ടു പോയിൻ്റ് സി. അപ്പോൾ കർവ് പോയിൻ്റ് സിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് വരുന്നു. സിയിലാണ് ഫ്ലക്സ് ഡെൻസിറ്റി 0 ആയിരിക്കുന്നത്. അറ്റ് പോയിൻ്റ് സി ദ ഫ്ലക്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 0. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കൊയേഴ്സിവിറ്റി ഓൺ ദ കർവ്. ഇനി ദ ഫോഴ്സ് റിക്വയർഡ് ടു റിമൂവ് ദ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഫ്രം ദ മെറ്റീരിയൽ ഈസ് കോൾഡ് കൊയേഴ്സീവ് ഫോഴ്സ്. അതായത് നമുക്ക് നേരത്തെ കണ്ട പോലെ ബിന്ന് സിയിലേക്ക് എത്തി, അതായത് റെസിഡ്യൂവൽ മാഗ്നറ്റിസം അതിനെ നമുക്ക് 0 അച്ചീവ് ചെയ്യാൻ എത്ര എമൗണ്ട് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്തു, എത്ര എമൗണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് സപ്ലൈ ചെയ്താണ് നമ്മൾ ഈ ബിന്ന് സിയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതിനകത്തുള്ള റെസിഡ്യൂവൽ മാഗ്നറ്റിസത്തിനെ 0 ആക്കിയത്. ആ എമൗണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് കൊയേഴ്സീവ് ഫോഴ്സ്. ഓക്കെ, ഇനി അഗെയിൻ as the മാഗ്നറ്റൈസിങ് ഫോഴ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് അത് അതിൻ്റെ സാച്ചുറേഷൻ ലെവലായ ഡിയിൽ എത്തിച്ചേരുന്നു. ദെൻ അഗെയിൻ നമ്മൾ ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് എഗെയിൻ ഇയിലെത്തുന്നു. ഇ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലുള്ള റെസിഡ്യൂവൽ മാഗ്നറ്റിസം. ദെൻ അഗെയിൻ
ആ ലൂപ്പ് കംപ്ലീറ്റ് ആകുന്നു. അതാണ് ഹിസ്റ്റെറിസിസ് കർവ്. ആ ഒരു ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്. അപ്പോൾ ആ ലൂപ്പിലൂടെ നമുക്ക് എത്ര എമൗണ്ടാണ് ഈ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യുന്നത്, എത്ര എമൗണ്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് വേണം റെസിഡുവൽ മാഗ്നറ്റിസിനെ സീറോ ആക്കാൻ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാകുന്നു. ദെൻ റിറ്റൻറ്റിവിറ്റി. It is the material's ability to retain a certain amount of residual magnetic field when a magnetizing force is removed. ഇപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് റെസിഡ്യുവൽ മാഗ്നറ്റിസം ആ മെറ്റീരിയലിനകത്ത് ഉണ്ട്, എമൗണ്ട് ഓഫ് റെസിഡ്യുവൽ മാഗ്നറ്റിസം, അതാണ് മെറ്റീരിയൽസിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. Materials ability to retain a certain amount of residual magnetic field is called retentivity. Then residual magnetism എന്താണ്? It is defined as the amount of magnetism left behind after removing the external magnetic field. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷവും മെറ്റീരിയലിനകത്ത് എത്ര എമൗണ്ട് മാഗ്നറ്റിസം ഉണ്ട്, അതിനെ നമ്മൾ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നു. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ എത്ര എമൗണ്ട് മാഗ്നറ്റിസം അതിന് സൂക്ഷിക്കാൻ പറ്റും, ആ മെറ്റീരിയലിന് റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ എബിലിറ്റി. ഇപ്പോൾ രണ്ട് മെറ്റീരിയലുണ്ട്, ഒരു മെറ്റീരിയലിന് കൂടുതൽ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാൻ പറ്റും, മറ്റൊന്നിന് കുറവാണെങ്കിൽ അത് ഓരോ മെറ്റീരിയലിനെയും എബിലിറ്റി എന്ന് പറയുന്ന പോലെ അതാണ് റിറ്റൻറ്റിവിറ്റി. റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിനകത്ത് മാഗ്നറ്റിസം റിമൂവ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് റെസിഡ്യുവൽ ഉണ്ട്, മാഗ്നറ്റിസം ലെഫ്റ്റായി ഉണ്ട്. അപ്പോൾ അതിനെയാണ് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ദെൻ കോയേഴ്സീവ് ഫോഴ്സ്, ദ എമൗണ്ട് ഓഫ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു മേക്ക് ദ മാഗ്നറ്റിക് ഫ്ലക്സ് റിട്ടേൺ ടു സീറോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഒരു മെറ്റീരിയലുണ്ട്, അപ്പോൾ എത്ര എമൗണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി സീറോ ആക്കുന്നു, എത്ര എമൗണ്ടാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ കോയേഴ്സീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എച്ച് കൊടുത്തുകൊണ്ട് ഡി നീയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഡി നീയിലേക്ക് എത്തിക്കാൻ എത്ര എമൗണ്ട് എച്ച് നമുക്ക് സപ്ലൈ ചെയ്യേണ്ട വന്നു നെഗറ്റീവ് ഡയറക്ഷനിൽ, അതാണ് കോയേഴ്സീവ് ഫോഴ്സ്. ദെൻ റിലക്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ദാറ്റ് a ferromagnetic material shows to the establishment of a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആ മെറ്റീരിയൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കാണിക്കുന്ന ഒരു ഒപ്പോസിഷൻ, ആ ഒപ്പോസിഷൻ കുറവാണെങ്കിൽ റിലക്റ്റൻസ് കുറവാണെന്ന് പറയാം, ഒപ്പോസിഷൻ കൂടുതലാണെങ്കിൽ റിലക്റ്റൻസ് കൂടുതലാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോയ്ക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ. ദെൻ പെർമിയബിലിറ്റി. It is the ability of a material can be magnetized. It is the ease with which a material can be magnetized. അതായത് ഒരു മെറ്റീരിയൽ പെർമിബിലിറ്റി വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഈ പെർമിബിലിറ്റി കുറവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഈസ് വിത്ത് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. എത്ര എളുപ്പത്തിൽ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യാം എന്നതിൻ്റെ ഒരു കണക്കാണ് പെർമിബിലിറ്റി. അപ്പോൾ അതിൻ്റെ സിമ്പിൾ മ്യൂ ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു ബി ബൈ എച്ച്. ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൗ ഡസ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ വർക്ക്, MBA എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു.